സ്വാഗതം ശ്രീമതി ഉർവശി. താങ്കൾ ചെന്നൈയിലാണല്ലോ. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ സംവിധായകൻ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പദവി ഒഴിയണമെന്ന ആവശ്യം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാർ സമ്മർദ്ദത്തിലാണ്. സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ രഞ്ജിത്തിന് അനുകൂലമായി സംസാരിക്കുകയും ചെയ്തു. പരാതി എഴുതി നൽകിയിട്ടില്ല, അതിനാൽ കേസ് പറ്റില്ല എന്ന് പറയുകയാണ്. എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ പറയുവാനുള്ളത്? ഇല്ല, അങ്ങനെയല്ല. മറ്റൊരു സംസ്ഥാനത്തിരുന്നുകൊണ്ട് ഒരു നടി പത്രസമ്മേളനം നടത്തി പറഞ്ഞ കാര്യം. അപ്പോൾ അതിൻ്റെ വസ്തുതകളെക്കുറിച്ച് അന്വേഷിച്ചിട്ട് അതിന് തീരുമാനമെടുക്കാം എന്ന് പറഞ്ഞതായിട്ടാണ് ഞാൻ കേട്ടത്. പക്ഷെ ഉർവശി, സർക്കാർ ഒരു അന്വേഷണമല്ല പറയുന്നത്. പക്ഷെ ഇപ്പോൾ രാജിക്ക് സാധ്യത കാണുന്നുണ്ട്. സ്ത്രീ സുരക്ഷയെക്കുറിച്ച് ഉച്ചത്തിൽ പറയുന്ന സർക്കാരാണ് നമ്മളുടേത്. താങ്കൾ പറഞ്ഞ പോലെ മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് വന്ന നടിയാണ്. അവർ ആ സംസ്ഥാനത്തിരുന്നു കൊണ്ടാണ് ഇപ്പോൾ ഈ പരാതി പറയുന്നത്. അവർക്കുണ്ടായ മോശം അനുഭവം, അതും സംവിധായകനും പ്രമുഖനുമായ രഞ്ജിത്തിനെതിരെ. അപ്പോൾ സർക്കാർ ഇടപെട്ട് ഉടൻ രഞ്ജിത്തിനെ മാറ്റുകയല്ലേ വേണ്ടത്? തീർച്ചയായിട്ടും ഒരു സ്ത്രീക്കും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് അന്യ സംസ്ഥാനത്ത് നിന്ന് നമ്മളെ വിശ്വസിച്ച് ഇവിടെ വന്നൊരു നടിക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ഒരു ഗുരുതര പ്രശ്നമായിട്ട് കണക്കാക്കണമെന്ന് തന്നെയാണ് കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇത് തമിഴിലുള്ള പല ആർട്ടിസ്റ്റുകളും, ഞാൻ തമിഴും തെലുങ്കും കന്നഡമൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളല്ലേ, ഓരോ സംസ്ഥാനത്ത് നിന്നുള്ളവർ എന്നെ ഫോൺ ചെയ്യുകയും ഇതെന്താ ഇതിങ്ങനെ, നിങ്ങളുടെ സ്റ്റേറ്റിൽ വന്ന് സേഫായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ലേ, നിങ്ങളൊക്കെ ഇത്രയും വർഷം എങ്ങനെ ഇവിടെ വർക്ക് ചെയ്തു എന്നുള്ള ചോദ്യം സ്വാഭാവികം. മറ്റ് മാധ്യമപ്രവർത്തകരും ചോദിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളും അവരോട് പറയുന്നത് ഞങ്ങളുടെ സർക്കാർ അതിന് നല്ല നടപടി കൈക്കൊള്ളും എന്നാണ്. ഞാൻ പറഞ്ഞത് ഇത്രയും പേര് പറഞ്ഞ് സർക്കാരിനെ വെട്ടിലാക്കുമ്പോൾ രഞ്ജിത്ത് അതിന് ഇട കൊടുക്കാതെ കുറച്ച് മാറി നിന്ന്, തൽക്കാലത്തേക്കൊന്ന് മാറി നിന്ന് ഞാൻ ആരോപണങ്ങളെ നേരിട്ട് കൊള്ളാം എന്ന് പറയുന്നതാണ് ബുദ്ധി എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് രഞ്ജിത്ത് മാറി നിൽക്കണമെന്നാണ് താങ്കളുടെ നിലപാട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും ഇത് തന്നെ ആയിരുന്നുവല്ലോ സർക്കാരിൻ്റെ നിലപാട്. പരാതി പോലീസിന് കിട്ടിയില്ല, എഴുതി നൽകിയില്ല. കമ്മിറ്റിയുടെ മുന്നിൽ പറഞ്ഞാൽ മാത്രം പോരാ, എഴുതി നൽകണം. കേസെടുക്കാൻ പറ്റുന്നതല്ല ഇപ്പോൾ. അപ്പോൾ തുടർച്ചയായ രണ്ട് സംഭവങ്ങളിലും, അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ കാര്യത്തിലും രഞ്ജിത്തിനെതിരായ വെളിപ്പെടുത്തലിലും സർക്കാരിൻ്റെ നിലപാട് ഒന്ന് തന്നെയാണ്. പക്ഷേ ഇവർക്ക് പോലീസിന് മുന്നിൽ പരാതി കൊടുക്കാനും മൊഴി കൊടുക്കാനുമുള്ള അവസരമുണ്ടാക്കുകയല്ലേ സർക്കാർ ചെയ്തു കൊടുക്കേണ്ടത് ഉർവശി? മഞ്ജുഷ, ഞാനിപ്പോൾ കുറച്ചു മുമ്പേ പറഞ്ഞ ഉത്തരവും ആ ചോദ്യവും തന്നെ മഞ്ജുഷ ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യാണ്. ഞാൻ ചോദിച്ചത് അതാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ സിനിമയിലെ ഒരുപറ്റ സ്ത്രീകൾ, മലയാള സിനിമയിലെ എല്ലാ നടികളുടെയും എല്ലാ ഡിപ്പാർട്ട്മെന്റിലെ സ്ത്രീകളുടെ വക്താക്കളായി ചെല്ലുകയും ഞങ്ങൾക്ക് നീതി വേണം, ഞങ്ങളുടെ പ്രശ്നങ്ങൾ പറയാൻ ഞങ്ങൾക്കൊരു വേദി വേണം, അല്ലെങ്കിൽ ഒരു കേൾക്കാൻ ചെവി വേണം എന്ന് പറയുകയും അന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എടുത്ത ശക്തമായ തീരുമാനമാണ് ഇതിൻ്റെ ഒരു ജസ്റ്റിസിന്റെ മുമ്പിൽ ഇരകളുടെ പേര് വെളിപ്പെടുത്താതെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനൊരു അവസരം കൊടുക്കണമെന്നുള്ളത് മുഖ്യമന്ത്രിയുടെ ഏറ്റവും നല്ല തീരുമാനമാണ്. അപ്പോൾ അതന്ന് ചെയ്തു. പക്ഷെ പിന്നീട് അത് പൂഴ്ത്തിവെക്കപ്പെട്ടപ്പോൾ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി മാത്രമാണ് വെട്ടിലായത്, മറ്റാരുമല്ല. എന്തുകൊണ്ട് ഈ 4.5 വർഷം ഇത് പൂഴ്ത്തിവെക്കപ്പെട്ടു എന്നുള്ളത് നേരിടേണ്ടി വന്നതും അദ്ദേഹം മാത്രമാണ്. ഇപ്പോൾ ഇത് പുറത്തു വന്ന സ്ഥിതിക്ക് കുറെ പേജുകൾ വെട്ടിമാറ്റി എന്ന് പറയുമ്പോഴും വെട്ടിലാകുന്നത് വീണ്ടും മുഖ്യമന്ത്രി തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി ഇന്നലെയൊക്കെ പറഞ്ഞതനുസരിച്ച് കോടതിയുടെ പരിഗണനയിലാണല്ലോ കേസ്. ഇപ്പോൾ വനിതാ കമ്മീഷൻ കക്ഷി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിനി കോടതി എന്ത് പറയുന്നു ആ നിർദ്ദേശത്തെ ഞങ്ങൾ അംഗീകരിക്കുമെന്ന് പറഞ്ഞതായി ഞാൻ കേട്ടുള്ളൂ. അല്ലാതെ ഇനി ഓരോ നടികളും തനിച്ച് പരാതി കൊടുക്കണമെന്ന് പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല. കേൾക്കാതെ എനിക്ക് എങ്ങനെയാണ് ഉത്തരം പറയേണ്ടതെന്ന് അറിയില്ല. മാത്രമല്ല, ഓരോരുത്തരും പരാതി പറഞ്ഞാൽ അവരുടെ പ്രൈവസി പോകരുത് എന്നുള്ളത് കൊണ്ടാണല്ലോ അത് അവരുടെ പേര് പോലും വെളിപ്പെടുത്താതെ ഒരു കമ്മീഷന്റെ മുമ്പാകെ റിപ്പോർട്ട് കൊടുത്തത്. പിന്നെയും അത് വീണ്ടും പരാതി കൊടുക്കട്ടെ എന്ന് പറഞ്ഞാൽ എവിടെ പോയി പരാതി കൊടുക്കാൻ? കൊടുത്ത പരാതികളെ പൂഴ്ത്തി വയ്ക്കപ്പെട്ട സ്ഥിതിക്ക് ഇനി എന്ത് പരാതി? അങ്ങനെ പറയുമെന്ന് തോന്നുന്നില്ല മുഖ്യമന്ത്രി. സിനിമയിലെ സംഘടനകൾക്ക് ഉർവശി ഇതിൽ ഉത്തരവാദിത്തമുണ്ടല്ലോ. അമ്മ നിലപാട് പറഞ്ഞു, ഇരകൾക്കൊപ്പം എന്ന്. പക്ഷെ വെറുതെ അങ്ങനെ പറഞ്ഞാൽ മതിയോ? ഫെഫ്കെ ആകട്ടെ, സാങ്കേതിക വിദഗ്ധരുടെ സംഘടന, ഇതുവരെ ഒന്നും പറഞ്ഞിട്ടുമില്ല. അമ്മയുടെ നിലപാട് തന്നെ ഇതുവരെ പരാതിയൊന്നും കിട്ടിയില്ല അമ്മയ്ക്ക് എന്നാണല്ലോ. അങ്ങനെയാണോ പറയേണ്ടത്? അമ്മയിൽ പരാതി പറഞ്ഞിട്ടും അനുകൂലമായി ഒന്നും നടന്നില്ല. അതുകൊണ്ടല്ലേ ഈ നടിമാർ കമ്മിറ്റി മുൻപാകെ പോയി പരാതി പറഞ്ഞത്? പരാതി കൊടുത്തോ ഇല്ലയോ? ഇപ്പൊ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള പരാതി
അതിൽ വരുന്ന ആൾക്കാരെക്കുറിച്ച് സംഘടന എന്ത് ശക്തമായ തീരുമാനം എടുക്കുമെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇതുവരെ പറഞ്ഞതും ചോദിച്ചതും ഒക്കെ അവിടെ നിൽക്കട്ടെ. ഇത് പരസ്യമായി. ഇതിന് മാധ്യമങ്ങളും കേരള സമൂഹവും അവിടുന്ന് ഇനി ഓരോ സംസ്ഥാനങ്ങളിലേക്കായിട്ട് ഇത് വ്യാപിച്ചുകൊണ്ടേയിരിക്കും. അതിനു മുൻപ് ഒരു സംഘടന ഞങ്ങൾക്കുണ്ടെങ്കിൽ ആ സംഘടനയിലുള്ളവർ എന്ത് ശക്തമായ തീരുമാനം എടുക്കും എന്ന് മാത്രമേ അറിയാനായിട്ട് കാര്യമുള്ളൂ. അതിപ്പം അമ്മ സംഘടന പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ ഇരകൾക്കൊപ്പമാണ്. ആരായാലും, ഏത് ഉന്നതനായാലും പ്രമുഖ നടനായാലും ആര് തന്നെ ആയാലും അതിന് ഞങ്ങൾ എതിരെ ശബ്ദമുയർത്തും. ഫെഫ്കയിൽ ആരും അത് പറഞ്ഞു കണ്ടില്ല. കാരണം ഒരു സംവിധായകനെതിരെ ആരോടും വരുമ്പോൾ ഫെഫ്കയില്ലേ തീരുമാനം എടുത്ത് പറയേണ്ടത്? ഫെഫ്കയിൽ ആളുകളൊന്നും എന്താ ഒന്നും പറയാത്ത, എന്താ അതിനെപ്പറ്റി നിങ്ങളൊന്നും ചോദിക്കാത്ത? ഒരു സംവിധായകനെതിരെ ആരോപണം വരുമ്പോൾ ഫെഫ്കയല്ലേ റിയാക്ട് ചെയ്യേണ്ടത്? ബി ഉണ്ണികൃഷ്ണൻ എവിടെ പോയി? അപ്പോ എല്ലാ സംഘടനകളും ഒത്തൊരുമിച്ച് കൂട്ടായ്മയായിട്ട് നിന്നാണ് ഇത് പ്രവർത്തിക്കേണ്ടത്. അപ്പൊ അവരൊക്കെ ഇതൊരു ഒരു പാനിക് സിറ്റുവേഷൻ ആയതുകൊണ്ടുള്ള പതർച്ചയിലാണ്. അവരൊക്കെ അതിനകത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും, ആശയവിനിമയം നടത്തുന്നുണ്ടാവും, എന്നിട്ട് കൂടി ആലോചിച്ചിട്ട് ഒരു നല്ല തീരുമാനം പറയാൻ കാത്തിരിക്കുന്നുണ്ടാവും. നമുക്ക് നോക്കാം. പക്ഷേ താങ്കൾ ചോദിച്ചു ഫെഫ്ക എവിടെയെന്ന്. ബി ഉണ്ണികൃഷ്ണനോട് ചോദിച്ചോ എന്ന് താങ്കൾ എന്നോട് ചോദിക്കുകയുണ്ടായി. പക്ഷേ അമ്മ തന്നെ പ്രതികരിച്ചത് 5 ദിവസം കഴിഞ്ഞാണ്. ഫെഫ്ക പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഉർവശി വാസ്തവം എന്ന് പറയുന്നത്. ഞങ്ങൾ വിളിക്കുന്നുണ്ട്. ഇരകൾക്കൊപ്പം എന്ന് പറഞ്ഞ് അമ്മയങ്ങ് ഒഴിയുന്നു. വേട്ടക്കാരൻ്റെ പേര് പറയണമെന്ന് പോലും അമ്മ പറയുന്നില്ല. ഇതെന്ത് നീതിയാണ് നടക്കുന്നത്? നടിമാർ അത് കഴിഞ്ഞും രംഗത്തെത്തിയിട്ടുണ്ടല്ലോ. അൻസിബയെ പോലെയുള്ള ആളുകളൊക്കെ വേട്ടക്കാരുടെ പേരും പറയണമെന്ന്. അല്ല, എന്താണെന്നറിയാമോ, അവർ പ്രതികരിക്കും. ഇതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള പുരുഷന്മാരുടെ പേരുകൾ ഒരിക്കലും പുറത്തേക്ക് വന്നിട്ടില്ലല്ലോ. വരാതെ ഇങ്ങനെ വെറുതെ നമ്മളങ്ങനെ അന്തരീക്ഷത്തിൽ എങ്ങനെയാണ് എഴുതുന്നത്? ഇതിന്റെ ഒരു മറുപടി ഇന്നലെ സിദ്ദിഖ് പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾ ആ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ചോദിച്ചിട്ടുമില്ല, അവരത് തന്നിട്ടുമില്ല, അല്ലെങ്കിൽ ആ റിപ്പോർട്ട് എന്താ വൈകുന്നതെന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾ പ്രഷറൈസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇനി എന്ത് മറുപടി? ഇങ്ങനെ ഒരു കമ്മിറ്റി എന്തായാലും കുറച്ച് സ്ത്രീകൾ വന്നല്ലോ, അവരുടെ കാര്യങ്ങൾ എന്തായി? അത് അമ്മയുടെ അംഗങ്ങൾ തന്നെയാണ് അവരിപ്പോഴും. അവർ വേറെ ഒരു സംഘടന സ്ത്രീകൾക്കായിട്ട് തുടങ്ങിയത് മറ്റൊരു സംഘടന. അതുകൊണ്ട് അമ്മയുടെ അംഗങ്ങളല്ലാതാവൂ എന്ന് ചോദിച്ചില്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ. പിന്നെ ഇനി അതെന്താ നമ്മൾ ചോദിക്കാനുള്ളത്? ശരി, പക്ഷേ ഇത് സംഘടനകളുടെ ഒരു രക്ഷപ്പെടൽ തന്ത്രമാണല്ലോ. താങ്കൾ പറഞ്ഞു ഈ WCC അംഗങ്ങൾ എന്ന് പറയുന്നത് അമ്മയിലെ തന്നെ അംഗങ്ങളായിരുന്നുവല്ലോ എന്ന്. ഒരു ചോദ്യവും അമ്മ ചോദിക്കുന്നില്ലല്ലോ എന്നുള്ള കാര്യവും. മിണ്ടാതിരിക്കാം എന്ന തന്ത്രം അമ്മയ്ക്കുണ്ടായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണല്ലോ. ഫെഫ്ക ഇപ്പോൾ രഞ്ജിത്തിന്റെ കാര്യം കൂടി വന്നതോടെ മൗനത്തിൽ ഒളിച്ചിരിക്കുകയാണ്. അത് ഏത് കമ്മിറ്റി അത് കണ്ടെത്തിയാൽ എനിക്കറിയാൻ വയ്യ. പവർ ഗ്രൂപ്പ് എന്ന് അവരാരെങ്കിലും ഹേമ കമ്മിറ്റി ഉപയോഗിച്ച വാക്കായിരിക്കും അത് ഞാൻ സിനിമയിൽ കേട്ടിട്ടില്ല, ഒരിക്കലും കേട്ടിട്ടില്ല കേട്ടോ. കാരണം ഒരു കമ്മീഷന്റെ ഒരു കണ്ടെത്തലിൽ അവരൊരു പേര് കൊടുത്തിരിക്കുന്നു എന്നുണ്ടെങ്കിൽ അവരുദ്ദേശിക്കുന്നത് ആരെയും ഒതുക്കാൻ കെൽപ്പുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട് എന്നായിരിക്കും കമ്മിറ്റി ഉദ്ദേശിച്ചത് കേട്ടോ. അതങ്ങനെയായിരിക്കും ഈ വാക്ക് പുറത്തു വന്നത്. ഒരു ഹൈ പവർ കമ്മിറ്റി എന്ന് പറഞ്ഞൊന്ന് വേണം എന്ന് ഇടയ്ക്ക് നടികളൊക്കെ ആവശ്യപ്പെട്ടതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കുറച്ച് ആൾക്കാരെ ചേർത്തുകൊണ്ട്. പക്ഷെ അത് പ്രായോഗികമല്ലാന്ന് തോന്നിയത് കൊണ്ട് തന്നെ അത് ഉപേക്ഷിക്കപ്പെട്ടു എന്നാണ് എൻ്റെ വിശ്വാസം. അല്ലാതൊന്നും കണ്ടിട്ടില്ല. മാഫിയ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നെ സമീപിക്കുന്ന ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ നിർമ്മാതാക്കൾക്ക് ഞാൻ എന്താ പറയുക ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ ചെയ്യാമെന്ന് സമ്മതിക്കുന്നു, അഭിനയിക്കുന്നു, അത്രയേ ഉള്ളൂ. ഈ പവർ ഗ്രൂപ്പിനെ കുറിച്ച് താങ്കൾ പറഞ്ഞതുകൊണ്ടാണ് ഒതുക്കാൻ ഒരു ടീം ഉണ്ടെന്നാണല്ലോ. ഇക്കാര്യം ഇതിനു മുൻപ് മലയാള സിനിമയെക്കുറിച്ച് പരാതി ഉള്ളതുമാണ്. ഇപ്പോൾ തിലകൻ ചേട്ടനൊക്കെ പറഞ്ഞ കാര്യം തന്നെയാണ് ഇത്. അപ്പോൾ ഈ പവർ ഗ്രൂപ്പ്, ഈ മാഫിയ സംഘം, ഈ ഒതുക്കൽ ടീം ഇതൊക്കെ വർക്ക് ചെയ്യുന്ന കാര്യമാണ് എന്ന് കമ്മിറ്റി മുൻപാകെ തന്നെ പോയി പറഞ്ഞത് മലയാള സിനിമാ രംഗത്തു നിന്നുള്ളവർ തന്നെയാണ്. അല്ല, എന്താന്ന് വെച്ചാൽ ഇതിപ്പം പവർ ഗ്രൂപ്പ് എന്തെന്ന് വെച്ചാൽ എന്തെന്നേ അറിയാതെ ഞാനങ്ങനെ പവർ ഗ്രൂപ്പിനെ പറ്റി മറുപടി പറയും. പിന്നെ ഒതുക്കുക എന്ന് പറയുന്നത് അവരവർക്ക് താല്പര്യമുള്ളവരെ അവരവരുടെ ടീമിൽ ചേർക്കുക എന്ന് പറഞ്ഞത് സിനിമ ഉണ്ടായ കാലം പോലെ ഉള്ളതാണ്. പക്ഷെ ഒരു പഴയ സിനിമയുടെ ഗ്രൂപ്പിൽ കഴിവുള്ളവരെ കണ്ടെത്തുക, അവർ സെറ്റിലെ അവരുടെ പെരുമാറ്റം നോക്കുക, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുന്നോ നോക്കുക, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അഭിനയിക്കുന്ന ഒരു കാലഘട്ടം വരെ അങ്ങനെയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഓരോ ഇതനുസരിച്ച് എന്താ ഡിസ്ട്രിക്റ്റ് അനുസരിച്ച് ഒരു ചേരിതിരിവുണ്ടായിരുന്നു. എറണാകുളം ടീം, തിരുവനന്തപുരം ടീം, കോഴിക്കോട് ടീം എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അഭിനയിക്കുമ്പോഴും ഒരു ടീമിലും പെടാതെ ഞാൻ അഭിനയിച്ചിട്ടുമുണ്ട്. അങ്ങനെ അഭിനയിക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. എന്നല്ലാതെ ഇങ്ങനെ ഇവർ പവർ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പവറുള്ളവർ എത്ര കാലം നിലനിൽക്കുമെന്ന് തമ്പുരാനല്ലേ അറിയത്തുള്ളൂ. എത്ര കാലം ഇങ്ങനെ സിനിമയുടെ പുറകിൽ നിന്ന് നിയന്ത്രിച്ചുകൊണ്ടിരിക്കാൻ പറ്റും? അവർക്ക് എത്ര കാലം ഈ സിനിമയിൽ ആയുസ് ഉണ്ടാവും എന്നുള്ളത് നിശ്ചയിക്കാൻ പറ്റില്ലല്ലോ.
ഒരു അപ്പോൾ അവരവരുടെ കഴിവിന്റെ ആത്മവിശ്വാസത്തോടെ മുമ്പോട്ട് പോവുക. നമുക്കറിയാം അതിക്രമം ഉണ്ടാകാതിരിക്കാനുള്ള സുരക്ഷയാണ് ഏറ്റവും പ്രധാന കാര്യം. ഇപ്പോൾ ഒരു ടീമിലും ഇല്ലാതെ അഭിനയിച്ചിരുന്ന സമയത്ത് പോലും ഇടക്കാലത്ത് ചില പ്രമുഖരുടെ സിനിമകളിൽ നിന്ന് താങ്കളെ പോലും മാറ്റി നിർത്തിയിരുന്നുവല്ലോ. അങ്ങനെ ഒരു അനുഭവം കൂടി ഉണ്ടല്ലോ. സ്വന്തം നിലയ്ക്ക് താങ്കൾ മാറി നിന്നത് കൂടാതെ ഈ താങ്കൾക്ക് പക്ഷേ അത് കരിയറിനെ ബാധിക്കാതെ കടന്നു പോയത് കൊണ്ട് പരാതിയില്ല. പക്ഷേ ഇപ്പോൾ പരാതി കൊടുത്തവർക്ക് അങ്ങനെയല്ല, അവരുടെ കരിയറിനെ തന്നെ ബാധിക്കുന്നതും അവർക്കുണ്ടായിരിക്കുന്ന വലിയൊരു ദുരനുഭവമാണ്. അല്ല, ഇപ്പം ഞാൻ 95-ന് ശേഷം ഞാനായിട്ട് തമിഴ്, തെലുങ്ക്, കന്നഡത്തിലേക്ക് കുറെ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയത് ഞാൻ എൻ്റെ പേഴ്സണൽ തീരുമാനമായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ പേഴ്സണൽ ലൈഫും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ 2005 2005 വന്നു, വർക്ക് ചെയ്തു. ക്യാരക്ടേഴ്സിൻ്റെ ഒരു ആവർത്തന വിരസത, അത്തരം കാര്യങ്ങളൊക്കെ വിചാരിച്ചിട്ട് കുറച്ച് മാറി നിന്നു എന്ന് ഞാൻ ധരിക്കുന്നു. ആരെങ്കിലും ഒതുക്കാൻ നോക്കിയിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് സമയമില്ല, താല്പര്യമില്ല, അന്നും ഇന്നും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാ കാലത്തും സിനിമയിൽ ചില കാര്യങ്ങൾ നടക്കും. സിനിമയിലെന്ന് മാത്രമല്ല, ഈ സമൂഹത്തിൽ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ മേഖലകളിലും ചില പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. പക്ഷെ അവർ ഓരോരുത്തരുടെ ജീവിതോപാധി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വരുമ്പോഴാണല്ലോ അതൊരു പരാതിയായി വരുന്നത്. എന്നെ സംബന്ധിച്ച് അങ്ങനൊരു വഴിമുട്ടിയ വരുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടായിരിക്കും ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാത്തത്. പക്ഷെ ഒരു കാര്യം കൂടി, കമ്മിറ്റി മുൻപാകെ ഏത് പേരിട്ട് വിളിച്ചാലും സിനിമയിൽ അവസരം നിഷേധിച്ചു എന്ന് പരാതി കൊടുത്തവർ, അത് പവർ ഗ്രൂപ്പ് ആണെങ്കിലും മറ്റേതെങ്കിലും പേരായാലും, സത്യം വിളിച്ചു പറഞ്ഞ കാര്യത്തിൽ താങ്കൾക്ക് ഒരു സംശയവുമില്ലല്ലോ. അപ്പോൾ ഇതേ രീതിയിലൊന്നും ഈ സംഘടനകൾ പ്രതികരിച്ചാൽ പോരാ. ഞാൻ പറഞ്ഞല്ലോ, ഒതുക്കൽ എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞ ഈ പവർ ഗ്രൂപ്പോ മാഫിയ ഒന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ സിനിമയിൽ നിന്ന് താല്പര്യമില്ലാത്തവരെ ഒതുക്കി നിർത്തി എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അവരെ പല വേദികളിൽ നിന്നും ഒതുക്കി നിർത്തും, പല സദസ്സുകളിൽ നിന്നും ഒതുക്കി നിർത്തും, പല സിനിമകളിൽ നിന്നും ഒതുക്കി നിർത്തും. എങ്ങനെയെല്ലാം ഒതുക്കാമോ അങ്ങനെയെല്ലാം ഒതുക്കിയ സന്ദർഭങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട്, പലർക്കും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഇല്ല എന്ന് പറഞ്ഞാൽ പച്ച കള്ളമാവും. അതുകൊണ്ട് അത് സത്യം തന്നെ പറയുന്നു. എനിക്ക് പിന്നെ ഞാൻ പല ഭാഷകളിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ കുടുംബത്തേക്ക് തിരിച്ചു വരണം. ഒരുപാട് കാലം ഇങ്ങനെ സിനിമാ സെറ്റുകളിൽ നിന്ന് ഓടി ഓടി നടന്ന ഒരാളായിരുന്നു ഞാൻ. അങ്ങനത്തെ ഒരു ഗ്യാപ്പ് വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ ചിന്തിക്കുന്നില്ല എന്നേ ഞാൻ പറഞ്ഞു. ശരി, നന്ദി ഉർവശി. ഇത്രയും നേരം സംസാരിച്ചതിന്. അതിൽ ഈ രഞ്ജിത്തിനെ സർക്കാർ സംരക്ഷിക്കുന്ന കാര്യത്തിലും അതുപോലെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും സ്വന്തം നിലപാട് വ്യക്തമാക്കുകയായിരുന്നു ശ്രീമതി ഉർവശി.